സത്യത്തിൽ സർഗത്തിന് നേതൃത്വത്തിൽ ഒരു അനുമോദനം ഉണ്ടെന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. ഇതൊരു അവാർഡാണെന്ന് പിന്നെ നോട്ടീസ് കണ്ടാലും ഞാൻ അറിയുന്നു. അശോകേട്ടനെയും ഫാത്തിമ സനയെയും സുനോജിനെയും അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ഒരു അഭിനന്ദനം, അതിൽ സന്തോഷമില്ല. പക്ഷെ ഇതൊരു അവാർഡാണെന്ന് പിന്നീട് നോട്ടീസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും സന്തോഷമുണ്ട്. എനിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അവാർഡാണ്. ആദ്യം കിട്ടിയത് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പേരിലുള്ള ഒരു അവാർഡാണ്. രണ്ടാമത് കിട്ടിയത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കൊടിമൂട്ടിൽ ട്രസ്റ്റിൻ്റെ വകയിൽ ഒരു 1,50,000 രൂപയുടെ ഒരു അവാർഡ്. അവർ ഒരു വർഷം പെരുമ്പടവ് ശ്രീധരന്, ഒരു വർഷം ഒളിമ്പിക്സ് മെഡൽ നേടിയ ആൾക്ക്, ഒരു വർഷം ഒരു അമ്പലത്തിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുത്തത് ഒരു മുസ്ലിം ഡോക്ടർക്കാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനത്തിൽ. ഈ വർഷം എനിക്കാണ് ലഭിച്ചത്. അപ്പോൾ ഈ അവാർഡ് നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ അംഗീകാരങ്ങളും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെ തീരുമാനമെടുത്ത ഈ സർഗം സാംസ്കാരിക വേദിയെ ഞാൻ ആദ്യം തന്നെ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ചിറ്റാരിപ്പറമ്പുമായിട്ടുള്ള എൻ്റെ ബന്ധം ഒരു വാഴക്ക് വളം വാങ്ങാൻ വന്ന ബന്ധം. സംഗമം ബേക്കറിയിൽ പവിയാട്ടനുള്ള കാലത്ത് ഇവിടെ വന്നാൽ ആടിയിരിക്കുക. ആടിയിരിക്കുമ്പോൾ നേരെ അപ്പുറത്ത് ടാഗോർ കോളേജിൽ ഭയങ്കര കുഴപ്പം. മാഷന്മാരില്ലായിട്ടാ പ്രശ്നം. മാഷന്മാരില്ലാഞ്ഞിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ട് മാഷന്മാരില്ല. അന്നേരം ബാങ്കിൽ ജോലി ചെയ്യുന്ന KP ബാലകൃഷ്ണനാട്ടെ, AK ഗോയിനാറിൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാട്ടെ. ഞാൻ വിളിച്ച് എന്തെന്നാടി വളവും ആടെ ഇറക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ആ ക്ലാസ് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വെറുതെ ഒരു തമാശക്ക് പോയിട്ട് ആദ്യം എടുത്ത പാഠം നളിനി ഒരവതാരിക, AR രാജരാജവർമ്മയുടെ ലേഖനമാണ്. തുടക്കം ഗതാനുഗതികത്വത്തെക്കാൾ നവനവോല്ലേഖ കൽപ്പനകളിലാണ് നമ്മുടെ പുതിയ കവികൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തലയുറ്റിൽ വന്നുപോയി, എന്തെന്ന ഈ സാധനം തിരിയുന്നില്ല. ഗതാനുഗതികത്വം എന്താണെന്ന് ആരോടെ ചോദിക്കുന്നത്? എന്നോട്. അന്നത്തെ ക്ലാസ്സിൽ ജയപ്രകാശനുണ്ട്, എന്നോട് തന്നെ ചോദിക്കുന്നത്. ഗതം പോയത്, അനുഗതം പിന്നാലെ പോകുന്നത്. അപ്പോൾ ഐഡി കിട്ടി. വളരെ ക്ലിഷ്ടമായൊരു ലേഖനം വളരെ സിമ്പിളായിട്ട് എടുത്തു കൊടുത്തു. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുമെന്നൊരു ബോധ്യം ഉണ്ടായി. പിന്നീട് സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ PGൻ്റെ ഷിഫ്റ്റ് ക്ലാസ്. അപ്പൊ രാവിലെ റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ടാഗോർ കോളേജിൽ വന്നിട്ട് ക്ലാസ്സും എടുത്തിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം PGൻ്റെ ക്ലാസ് ആയി. പിന്നെ ഞാൻ ഒഴിവാക്കി കൂത്തുറമ്പിലും പേരാവൂരൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോയൽ കോളേജിലേക്ക് മാറി. റോയൽ കോളേജിൽ കുമാരൻ മാഷോടൊത്ത് കുറേ